ഹായ് ഗൈസ്. സോ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട്, ഞാൻ നോട്ട്സൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനും കുറച്ച് സമയം എടുത്തു. സോ അതുകൊണ്ടാണ് ഒരു 1 വീക്കിൻ്റെ ഡിലേ വന്നത്, ലാസ്റ്റ് ചാപ്റ്ററും ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ തമ്മിൽ. സോ എനിവേ, നമ്മളിപ്പോൾ ഗ്രാഫ് ക്യൂഎലിൻ്റെ അത്യാവശ്യം നമ്മൾ പ്രോഗ്രസ് ചെയ്ത് പോയി. മ്യൂട്ടേഷൻസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് സെഷനിൽ കുറേ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പക്ഷെ നമ്മൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ നമുക്ക് ഈ ഗ്രാഫിക്കൽ ടൂളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അത് ഐഡിയൽ വേ അല്ലല്ലോ ആക്ച്വലി. നമ്മളിപ്പോൾ ഇതിൽ ഇട്ടിട്ട് എന്താ പറയുക, യൂസർക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ ടൂളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ഈ ടൂളിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഒട്ടും നല്ല വേ അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ, നമ്മൾ ഗ്രാഫ്ക്യൂഎൽ സെർവർ ഡാറ്റ എടുക്കാനായിട്ട് ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ ഗ്രാഫിക്കൽ ടൂളിന് പകരം ഒരു ഫ്രണ്ട് എൻഡ് വെച്ചിട്ട് ഇപ്പോൾ റിയാക്റ്റോ അങ്ങനെ ഒരു എക്സാമ്പിൾ ഒരു റിയാക്റ്റ് പോലത്തെ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് അവിടുന്ന് ഗ്രാഫ്ക്യൂഎലിലേക്ക് കണക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മളിനി നോക്കേണ്ടത് ആക്ച്വലി. ഓക്കെ, സോ ഇന്ന് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ക്ലയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാഫിക്കൽ ക്ലയൻസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ വീഡിയോ അല്ലേ. ഓക്കെ, സോ നമ്മുടെ കേസിൽ നമുക്ക് റിയാക്റ്റ് എടുക്കാം. സോ റിയാക്റ്റിന് നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഗ്രാഫ്ക്യൂഎലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഡാറ്റയൊക്കെ കിട്ടിയ ശേഷം നല്ല ബ്യൂട്ടിഫുൾ വേയിൽ നമുക്ക് സ്ക്രീനിൽ കാണിക്കാനൊക്കെ പറ്റും റിയാക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ യൂസർക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നത്തെ സെഷനിൽ നമ്മൾ എങ്ങനെ റിയാക്റ്റായിട്ട് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു സെഷൻസാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ. ഓക്കെ, സോ ഗ്രാഫ്ക്യൂഎൽ ബേസിക്കലി ഞാൻ മുമ്പ് പറയുന്നത് അത് ബ്ലീഡിങ് എഡ്ജ് ടെക്നോളജിയാണ്, ഇൻ്റർനെറ്റ് വെബ് ഡിസൈനൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതുപോലെ തന്നെ അതുകൊണ്ടെന്ന് വെച്ചാൽ കണ്ടമാനം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രാഫിക്കൽ എക്കോസിസ്റ്റത്തിൽ, എസ്പെഷ്യലി ഓൺ ഫ്രണ്ട് എൻഡ് സൈഡിലൊക്കെ കണ്ടമാനം ചേഞ്ചസ് വരുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടെക്നോളജീസ്, ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നോളജീസൊക്കെ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രോസും കോൺസും എന്താണെന്നൊക്കെയാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഓക്കെ, സോ എൻ്റെ ഗോൾ എന്ന് വെച്ചാൽ കുറച്ച് ലൈബ്രറീസ് ഉണ്ട്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ലൈബ്രറീസൊക്കെ ഗോ ത്രൂ ചെയ്തിട്ട് അതിന് എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് എങ്ങനെയാണെന്നുള്ളത്. സോ ഞാൻ അതിന് മുമ്പ് ഒരു ഓർപ്പിക്കുകയാണ്, നമ്മൾ മുമ്പ് ഈ ഒരു സെക്ഷനാണ് പറഞ്ഞിരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ ഒരു ഗ്രാഫ്ക്യൂഎൽ ടൂളാണ് നമ്മൾ ഇവിടെ ബ്രൗസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ സ്ലൈഡിൽ കൂടെ മൾട്ടിപ്പിൾ ടൈംസ് ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്, ബട്ട് എന്നാലും ഞാനിത് ഈ പ്രാവശ്യം കൂടെ ഗോ ത്രൂ ചെയ്യണം. സോ ഗ്രാഫിക്കൽ നമ്മൾ ബ്രൗസറിൽ റൺ ചെയ്യുന്നുണ്ട്. നമ്മളെന്നിട്ട് ഗ്രാഫിക്കൽ ക്വറി എഴുതിയിട്ട് അത് എക്സ്പ്രസ് സർവറിലേക്ക് പോകും. എക്സ്പ്രസ് സർവർ നമ്മൾ ജേസൺ സർവർ ഡാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്ക് എൻഡ് പോലെയായിട്ട് ഡാറ്റ സ്റ്റോർ പോലെ. എന്നിട്ട് അവിടെ നിന്ന് റെസ്പോൺസ് കിട്ടിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫിക്കൽ ബ്രൗസറിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ ബ്രൗസറിലിട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ടൂളാണ് നമ്മൾ പറഞ്ഞത്, ഗ്രാഫിക്കൽ ടൂള്. സോ അതിനെ മാറ്റിയിട്ട് നമ്മൾ റിയാക്റ്റിനെ എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ടേക്ക്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഈ ഗ്രാഫിക്കൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഗ്രാഫിക്കൽ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, സോ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഒരു അതെങ്ങനെ വിളിക്കണം എന്നുള്ള സ്റ്റാർട്ടിംഗ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഒരു എക്സാമ്പിൾ നോക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു പണ്ട് എഴുതിയ കൊറിയാണ്, ഇപ്പോൾ 99 ID വെച്ചിട്ട് എനിക്ക് ഫസ്റ്റ് നെയിം ആണെന്ന് പറഞ്ഞാൽ റൺ ചെയ്ത ഫസ്റ്റ് നെയിം കിട്ടും. ഓക്കെ, പക്ഷേ ഇത് എങ്ങനെയാണ്, എന്താണ് റിക്വസ്റ്റ് പാസ് ചെയ്യണം നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ ഇൻസ്പെക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ക്ലിക്ക് ഇൻസ്പെക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിൽ നെറ്റ്വർക്ക് ടാബ് ഉണ്ട്. നെറ്റ്വർക്ക് ടാബിൽ പോയ ശേഷം ഓക്കെ, നമ്മളിവിടെ ഓൾന്ന് കിടക്കുന്നുണ്ടാവും, അത് fetch/XHR കൊടുത്തത് എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് കോഡ്സ് മാത്രം കണ്ടാൽ മതി നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത് XHR എന്ന് പറഞ്ഞിട്ട്, ഫെച്ച് ഓർ XHR എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കൊറി റൺ ചെയ്യാം. സോ ഈ കൊറി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു API കോൾ നടന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഗ്രാഫിക്കലിന് പോയിട്ടുണ്ട്. നമ്മളിത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വന്ന ഡാറ്റ ഫുൾ കാണാൻ പറ്റും ഈ പ്രിവ്യൂവിൽ. ഓക്കെ, ഈ ഡാറ്റയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പേലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. ഇതിൽ രണ്ട് പാസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി, പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒന്ന് കൊറിയും ഒന്ന് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഈ ഒരു കൊറി ബ്രൗസറിൽ നിന്നാണല്ലോ പാസ് ചെയ്യുന്നത് ആക്ച്വലി. സോ ഇതേ കൊറി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. അത് ഫ്രണ്ട് എൻഡോ ബാക്ക് എൻഡോ ഇറസ്പെക്റ്റീവ് ഓഫ് എവിടുന്നാണ് വിളിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇതേ കൊറി തന്നെ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. ആൻഡ് സെയിം ഇൻഫർമേഷൻ ആയിരിക്കും എക്സ്ചേഞ്ച് ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കൊറിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
കണ്ടോ നമ്മൾ ക്വറിയിൽ എന്ത് പാസ് ചെയ്തു എക്സാക്റ്റ് ആ സാധനം തന്നെയാണ് ഈ ക്വറിയിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, സോ ഈ ക്വറി പ്രോപ്പർട്ടിയിൽ എന്താണോ നമ്മുടെ ബ്രൗസറിൽ നമ്മൾ പാസ് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഈ ക്വറിയിലേക്ക് കൊണ്ടുവന്നിടും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാഫിക്കലിൻ്റെ റിക്വസ്റ്റ് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ കറസ്പോണ്ടിങ്ലി ലൈക്ക് എന്ന് വെച്ചാൽ ഒരു ലൈബ്രറി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമ്മളിവിടെ എന്താ വെച്ചാൽ നമ്മൾ ഈ ഗ്രാഫിക്കൽ ടൂളിൽ നിന്ന് ഒരു പുറത്തേക്ക് വരാനായിട്ട് നമ്മൾ ഐഡിയലി എന്താ പറയുക കുറച്ച് ക്ലയൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് നോക്കാം ക്ലയൻസിന് എന്ത് ക്ലയൻ്റാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. ഈ ടൂളിൽ നിന്ന് ഇത് മാറ്റിയിട്ട് നമ്മുടെ ഒരു ഗ്രാഫിക്കൽ ക്ലയൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അടുത്ത വീഡിയോയിൽ അത് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. ഇതൊരു ഇൻട്രൊഡക്ഷനാണ്, ഗ്രാഫിക്കൽ ക്ലയൻറ്റിൻ്റെ ഉള്ള ഇൻട്രൊഡക്ഷനാണ്. അതിൻ്റെ കണ്ടിന്യൂ ചെയ്യും അടുത്ത വീഡിയോയിലും. ഓക്കെ, താങ്ക്സ് ലോട്ട്, ബൈ.